നമസ്കാരം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദേവാദിദേവനാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. ക്ഷിപ്രകോപിയാണ്, അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും. അങ്ങനെയുള്ള ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കുക എന്നത് ചെറിയ ഒരു വിഷയമേ അല്ല. നമ്മൾ ഏവരും ആരാധിക്കുന്ന മൂർത്തിയാണ് ഭഗവാൻ മഹാദേവൻ. ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് സിദ്ധിക്കുക നിമിത്തം നമ്മളിലേക്ക് പിന്നെ വിഷമങ്ങൾ ഉണ്ടാവുകയില്ല. എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷമസന്ധികൾ നമ്മളിലേക്ക് അടുത്താൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ നമ്മളിലേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അനുഭൂതികൾ പല വിധത്തിലായിരിക്കും നമ്മൾ വന്നണയുന്നത്. ഈ 2025 എന്ന പുതുവർഷത്തിൽ 3 രാശിക്കാരായ ആളുകൾക്ക്, അതിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് ഭഗവാൻ മഹാദേവൻ്റെ കരുതൽ ലഭിക്കുവാനായി പോവുകയാണ്. ആ കരുതൽ, ആ സ്പർശം, ആ ലാളന, ഇതൊക്കെ ലഭിക്കുക നിമിത്തം തന്നെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ കണ്ണീരുണ്ടാവുകയില്ല, പിന്നെ ദുഃഖിക്കാനുള്ള അവസരങ്ങൾ വന്നു ഭവിക്കുകയില്ല എന്നതാണ് അതിൻ്റെയൊക്കെ സാരമായി പറയേണ്ടത്. കാരണം ദേവാദിദേവനാണ് ഭഗവാൻ മഹേശ്വരൻ. നമ്മളിലേക്ക് ദുരിതങ്ങൾ വരികയോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴേക്കും ആ കരുതൽ, ആ ഒരു അനുഗ്രഹാശിസുകൾ നമ്മളിലേക്ക് എത്തപ്പെടുക നിമിത്തം നമ്മളിലേക്ക് പിന്നെ ദുഃഖങ്ങളല്ല, ദുരിതങ്ങളല്ല, ഐശ്വര്യവും ഭാഗ്യവും സമ്പദ് സമൃദ്ധിയുമാണ് വന്നണയാനായി പോകുന്നത്. അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ പിന്നെ കണ്ണീരില്ല എന്നതാണ് ഏറ്റവും സാക്ഷ്യപ്പെടുത്തി പറയേണ്ടതായ ആ ഒരു വാക്കുകൾ. ഇവിടെ 2025 എന്ന ഈ ഒരു വർഷത്തിൽ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന 3 രാശിക്കാരായ മഹാഭാഗ്യശാലികൾ എന്നിവരെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രധാനമാകാൻ പോകുന്ന നക്ഷത്രക്കാരുണ്ട്. അവരാരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. 2025 ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഒരു വർഷത്തിലാണ് അവരെത്തി നിൽക്കുന്നത്. എല്ലാവിധ ദുരിതങ്ങളും മാറി അനുഗ്രഹവും ഭാഗ്യവും കടാക്ഷവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2025. ആ ഒരു വർഷത്തിലേക്കാണ് വൃശ്ചികം രാശിക്കാരായ ആളുകൾ കടന്നെത്തിയിരിക്കുന്നത്. എല്ലാവിധ ദുരിതങ്ങളും മാറി സന്തോഷത്തിൻ്റെ പാത തെളിയുകയാണ്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു വർഷമാണ് ജീവിതത്തിലേക്ക് വന്നണഞ്ഞത്. മഹാകുംഭമേളയൊക്കെ നടക്കുന്ന ഈ ഒരു വേളയിൽ ഭഗവാൻ അത്രത്തോളം നിറഞ്ഞു പരിലസിക്കുന്ന ഈ ഒരു വേളയിൽ അത്രത്തോളം ഭഗവാൻ തൻ്റെ ഭക്തർക്ക് തൻ്റെ വാത്സല്യവും കരുണയും സ്നേഹവും അനുഗ്രഹവും ഒക്കെ ചൊരിയുന്ന ഈ ഒരു വേളയിൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മഹത്വപൂർണ്ണമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം മഹത്വശാലികളായ ആളുകളാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം എന്തെന്നാൽ ഒരു ദുഃഖവും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മഹാദേവ എന്നൊരു വചനമാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നത്. ആ ഒരു വിളിയിലുണ്ട് ഭഗവാന്റെ അക്കാര്യത്തിൽ. എന്തെങ്കിലുമൊക്കെ ദുർഘടങ്ങൾ ജീവിതത്തിലേക്ക് വന്നാൽ പോലും ഭഗവാനെ മഹാദേവ നമഃശിവായ എന്ന് മന്ത്രിക്കുന്ന ആ വേളയിൽ തന്നെ ആ ദുഃഖങ്ങളിൽ നിന്നൊരു മോചനം, അല്ലെങ്കിൽ ഒരു തലോടൽ, ഒരു കരുതൽ, ഇതൊക്കെ നിങ്ങൾക്ക് വന്നണയുന്നതായി നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു വർഷത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ വന്നടുത്തിരിക്കുന്നത്. പ്രത്യേക ഒരു അനുഭൂതി നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു വർഷം. അതായത് നമ്മൾ പറയാറുണ്ട്, മുന്നേയുള്ള സമയങ്ങളിൽ താങ്ങായും തടലയും ആരുമില്ലാതെ ഒരു വിഷമഘട്ടങ്ങൾ വന്നപ്പോൾ തോൾ ചായ്ക്കാൻ പോലും അല്ലെങ്കിൽ ഒരു കൈ നീട്ടി ഒന്ന് സഹായിക്കാൻ പോലും ആരുമില്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ മാറി എപ്പോഴും ഇനിയുള്ള ഈ ഒരു അവസരത്തിലൊക്കെ നിങ്ങൾക്ക് കൂടെ ഒരു നിഴലായി ആരോ ഉള്ളതുപോലെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്നാൽ പോലും എന്തോ ആരോ സമീപത്തിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ തോന്നലുകൾ, അല്ലെങ്കിൽ മനസ്സിൻ്റെ വേവലാതികൾ ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കാനായി ഒരാൾ ഉള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളൂ, ഭഗവാൻ മഹാദേവൻ തന്നെയാണ് നിങ്ങൾക്ക് കരുതലായി നിങ്ങളുടെ കൂടെ ഉള്ളത്. അതോടൊപ്പം തന്നെ സമ്പത്ത്, പ്രൗഢി ഇതൊക്കെയും വന്നണയുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സമ്പത്ത്, പ്രൗഢി ഇതൊക്കെ നഷ്ടപ്പെട്ട സമയമാണ്. കാരണം നല്ലൊരു ജീവിത നിലവാരമുള്ളവരായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ ദൂർത്തടിച്ചു പോയതാണോ എന്ന് ചോദിച്ചാലല്ല. നമ്മുടേതെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നമ്മുടെ കൈവിട്ടു പോയ ഒരു അവസ്ഥ 2-3 വർഷമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു വൃശ്ചികം രാശിക്കാർക്ക്. അങ്ങനെയുള്ള രാശിക്കാർക്ക് നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ഇന്ന് മറ്റുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടതായ പലതും നിങ്ങളുടെ കൈ തട്ടി പുറത്തു പോയിരിക്കുന്നു. അത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ചില അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ നഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും അത് വേദനയായി നിങ്ങളുടെ മനസ്സിൽ കിടന്ന് നീറുകയും ചെയ്യുകയാണ് വൃശ്ചികം രാശിക്കാർക്ക്. ഇത് പറയുന്നവർക്ക്, അത് കേൾക്കുമ്പോൾ അവർക്ക് നിങ്ങൾ കടന്നു വന്ന പാതകൾ നിങ്ങൾക്ക്
മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു വഴിയിൽ താങ്ങായും തണലായും ഉറ്റവർ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തിയ ഒരു വഴിയിൽ നിന്നാണ് ഈ 2025 മഹാദേവൻ്റെ കരുതലിലേക്ക് ഇരു കൈകളും നീട്ടി അദ്ദേഹം നിങ്ങളെ സ്വീകരിച്ച ഒരു വർഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. വളരെയധികം കരുതൽ, സമ്പത്ത്, പ്രൗഢി, ആഢ്യത്വം ഇതൊക്കെയും തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് 2025 ഈ ഒരു വർഷം വൃശ്ചികം രാശിക്കാർക്ക്. രണ്ടാമത്തെ രാശി കുംഭമാണ്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത്. ആയുരാരോഗ്യ സൗഖ്യമാണ് ഇവിടെ മഹാദേവൻ നിങ്ങൾക്കായി പ്രദാനം ചെയ്യാൻ പോകുന്ന. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും ആയുസ്സിന് വരെ കോട്ടം തട്ടുന്ന വിധത്തിലുള്ള, അതായത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്നൊരവസ്ഥ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ആശുപത്രി കിടക്കയിൽ നിന്ന് ജീവനോടെ കിട്ടുമോ എന്ന് പോലും പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ കടന്ന് വന്ന് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട്, അപകടസന്ധികളൊക്കെ ഒരുപാട് തട്ടിത്തെറിച്ച് പോയി അതിൽ നിന്നൊക്കെ ജീവിതം എങ്ങനെയെങ്കിലും കരപിടിച്ച് എത്തി നിൽക്കുന്ന ഒരു വർഷം. സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായി ഒരുപാട് നേട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഭഗവാൻ മഹാദേവൻ്റെ കരുതലാണ് നിങ്ങളെ ഈ ഒരു ഭാഗ്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. സന്തോഷിക്കാനുള്ള ഒരു പരിവർത്തന സമയമാണ്. അതായത് നമ്മൾ സുഖമില്ലാതെ ആശുപത്രിവാസം, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ. അതായത് ആ ഒരു വേളയിൽ നിങ്ങൾ മനസ്സിലാക്കി ആരാണ് കൂടെയുള്ള ശത്രു, ആരാണ് കൂടെയുള്ള മിത്രം, വീണ് കിടന്നപ്പോൾ ആരാണ് താങ്ങായി തണലായി കൂടെ വന്നത് എന്നൊക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി ഒരു പരിവർത്തനത്തിൻ്റെ, അതായത് ശരിയും തെറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി കൈവരിച്ച കുറച്ച് സമയങ്ങളായിരുന്നു ഇപ്പോൾ കടന്നു പോയതും ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഈ 2025 ഇനി മുന്നോട്ടുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് ഭഗവാൻ മഹാദേവൻ്റെ ആ ഒരു കരുതൽ, ഒരു താങ്ങായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. വിജയത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു, അതായത് ജീവിതം നഷ്ടപ്പെട്ടു, ഇനി എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് നിങ്ങൾ പോലും മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു വിധി എഴുതിയിട്ടുണ്ട്. ആ വിധിക്കാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത്. കാരണം ഭഗവാൻ മഹാദേവനുണ്ടെങ്കിൽ 1000 ആനകൾക്ക് തുല്യനായി ഭഗവാൻ മഹാദേവനാണ് നിങ്ങൾക്ക് കൂടെ ഉള്ളത്. അപ്പോൾ 1000 ആളുകൾ കൂടെ ഉള്ളതിനേക്കാൾ ഏറ്റവും ബുദ്ധി അല്ലെങ്കിൽ ഏറ്റവും നമ്മൾക്ക് ശക്തിയും തരുന്ന ഒരു കാര്യം എന്നതാണ് ഈ ഭഗവാൻ മഹാദേവൻ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഭഗവാൻ മഹാദേവൻ നമ്മളുടെ നേർക്ക് ഒന്ന് കണ്ണ് തുറക്കണേ എന്നൊരു പ്രാർത്ഥനയും ആഗ്രഹവുമല്ലേ നമ്മൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കണം. കൊടാനുകൂടി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭഗവാന്റെ ചെവിയിൽ എത്തണേ എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഭഗവാൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒപ്പം അനുഗ്രഹമായി വരികയെന്ന് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അനുഭൂതി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു വർഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ശ്രേഷ്ഠമായ ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. മൂന്നാമത്തെ രാശി മീനമാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. 2025 ഈ പുതുവർഷത്തിൽ ഭഗവാൻ ശിവന്, പരമേശ്വരന്, മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാർ നിങ്ങൾ തന്നെയാണ്. മീനം രാശിയിലുള്ളവരാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ജനിക്കുക, അതായത് ഇന്നലെ വരെ ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യമില്ലാതിരുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. പക്ഷെ പെട്ടെന്ന് ആത്മീയമായ താല്പര്യം, അല്ലെങ്കിൽ ഒരു ദേവഗാനം കേൾക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ആനന്ദത്താൽ ആറാടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, അത് ഭഗവാന്റെ ആ ചൈതന്യം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു കൃപ നിങ്ങളിലേക്ക് എത്തി. അതായത് അദ്ദേഹത്തിൽ നിന്നൊരു പാലം നിങ്ങളിലേക്ക് ഇട്ടേക്കുകയാണ്. നിങ്ങളും അദ്ദേഹവും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ പാലത്തിൽ കയറി അദ്ദേഹത്തിലേക്ക് ചെല്ലൂ. അദ്ദേഹം നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കും. അങ്ങനെ ഒരു അനുഭൂതിയിലേക്ക് നിങ്ങൾ തന്നെ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ദേവഗാനം, ഒരു കീർത്തനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം തോന്നുന്നുണ്ടോ എങ്കിൽ മീനം രാശിക്കാരായ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ, അത് ഭഗവാൻ മഹാദേവൻ്റെ ആ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനയാണിത്. പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് സന്തോഷകരമായ പല കാര്യങ്ങളും ഈ ഫെബ്രുവരി തുടക്കം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയാനായി പോവുകയാണ്. നല്ല ഒരു ഉയർച്ച കരിയറിൽ ഉണ്ടാകുന്നതാണ്. ഏത് മേഖലയിലാണോ നിങ്ങൾ കർമ്മം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നത്, ആ മേഖലയിൽ ഗണ്യമായ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്കൊരു ഒരു പൊളിച്ചുപണി ഉണ്ടാകും, അതായത് അഴിച്ചുപണി ഉണ്ടാകുന്ന സമയമാണ്. ഇതുവരെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മന്ദതയൊക്കെ അടിച്ചിരുന്ന നിങ്ങൾ ഇനി ഒരു ഊർജ്ജസ്വലനായി എഴുന്നേൽക്കാൻ പോകുന്ന ജീവിതത്തിലേക്ക് അതായത് നമുക്കൊരു വിഷൻ ഇല്ലായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഏതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിനെ കരപിടിപ്പിച്ചെത്താൻ, ജീവിതം എങ്ങനെ പച്ച പിടിക്കാൻ, മറ്റുള്ളവരൊക്കെയും സന്തോഷമായി ജീവിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് സന്തോഷം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളിൽ അലഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയ്ക്കാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത്. കാരണം സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ തന്നെ വെളിച്ചമായി, ജീവനായി, ഒരു ഓജസ്സായി, തേജസ്സായി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്.
സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയൊരു പരിവർത്തനത്തിലേക്ക് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും മീനം രാശിക്കാരായ ആളുകൾ, 2025 എന്ന വർഷം തുടങ്ങിയ ശേഷം ഒരു ചെറിയ മാറ്റം നിങ്ങളിലേക്ക് ഉണ്ടായിട്ടില്ലേ? മാനസികമായ ഒരു ഉണർവ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപും ശങ്കിച്ച് നിന്ന്, അതായത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പേടിച്ച് നിന്ന് നിങ്ങൾക്ക് ആ ഭയത്തിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു മാറ്റം വന്നതായി നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? അത് തന്നെയാണ് ഭഗവാൻ നിങ്ങളുടെ കൂടെയുള്ളതിൻ്റെ തെളിവ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആരില്ലെങ്കിലും സാക്ഷാൽ ഭഗവാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ധൈര്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക. നന്ദി.